ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇൻഡസ്ട്രി ആൻഡ് ലേബർ ആണ്. നമ്മൾ ട്രൈബ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അഗ്രേറിയൻ ക്ലാസ്സസിൽ എങ്ങനെയൊക്കെയാണ് അഗ്രേറിയൻസ് എന്തൊക്കെ ചെയ്തു, അവരുടെ കൃഷി അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്ത് അവരെന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇൻഡസ്ട്രി ആൻഡ് ലേബർ. നമുക്കറിയാം ഇൻഡസ്ട്രി മീൻസ് വ്യവസായം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് അതിൽ പ്രൈമറി ഇൻഡസ്ട്രീസ് ഉണ്ട്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഉണ്ട്, ടെറിഷറി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, ഈ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് ഓരോ ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയെ പ്രധാനമായിട്ടും ഒരു 5 തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് എന്താണ്, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്. നമ്മൾ റോ മെറ്റീരിയൽസ് എങ്ങനെ കളക്ട് ചെയ്ത്, റോ മെറ്റീരിയൽസ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മൾ കളക്ട് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തത്. നെക്സ്റ്റ് സെക്കൻഡറി, അത് മാനുഫാക്ചറിങ്, ഉൽപാദനം സെക്കൻഡറി സെക്ഷനിൽ. ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, സർവീസസ് ആണ്, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, അതാണ് ടെർഷറിയിൽ വരിക. ദെൻ ഇൻഫർമേഷൻ സർവീസ് വരുന്നത് കോർട്ടിനറി എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ സർവീസസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രീസ് ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ സെക്കൻഡറി ഇൻഡസ്ട്രീസ്, ടെറിഷറി ഇൻഡസ്ട്രീസ്, കോർട്ടിനറി സർവീസ്, ഇത് ഇൻഫർമേഷൻ സർവീസ് ആണ്. ദെൻ കൊയനറി ഹ്യൂമൻ, അതായത് ഹ്യൂമൻ ബീങ്സ്, നമ്മൾ ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് പൊതുവേ ചെയ്യുന്ന സേവനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊഴിലാളി അല്ലെ, ലേബർ അവർ ചെയ്യുന്ന, ലേബർ ഇല്ലാതെ എന്ത് നിലനിൽക്കുന്നില്ല, ഇൻഡസ്ട്രി നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത് നമുക്ക് ഡെഫിനേഷൻ. ഫസ്റ്റ് എന്താണ് ഇൻഡസ്ട്രി, ഡെഫിനേഷൻ ആണ്. നമ്മൾ എല്ലാ എക്സാമിലും നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഡെഫിനേഷൻ ആണ് അല്ലേ. ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നിർവചനം. ഡെഫിനേഷൻ എന്തായാലും 2 മാർക്കിന് എല്ലാ വർഷവും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഡെഫിനേഷൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്താണ് ഇൻഡസ്ട്രി, അതിൻ്റെ ഡെഫിനേഷൻ മിസ് വായിച്ചുതരാം. ഇറ്റ് ഈസ് ദ കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓഫ് goods in well original plants with a high degree of automation and specialization. Okay, it is the collective large scale manufacturing. Okay, എന്താണ് ഡെഫിനേഷൻ എന്തിൻ്റെ, ഇൻഡസ്ട്രി. വാട്ട് ഈസ് ഇൻഡസ്ട്രി? it's the collective large scale manufacturing of goods and services. സാധന സേവനങ്ങളുടെ മാനുഫാക്ചറിൻ്റെ ഒരു കളക്ഷൻ, അത് എന്ത് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം, ബോക്സൊക്കെ ആക്കിയിട്ട് നല്ല വൃത്തിയിൽ ഡെഫിനേഷൻ എഴുതുക. ഓക്കെ, എസ്സേ തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ഡെഫിനേഷൻ കൊടുക്കണം. ഇറ്റ് ഈസ് ദ കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ഇൻ വെൽ ഒറിജിനേറ്റഡ് പ്ലാന്റ്സ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. നെക്സ്റ്റ് ഫസ്റ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. എത്ര ക്ലാസിഫിക്കേഷനാണ്, പ്രൈമറി ഇൻഡസ്ട്രീസ്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആൻഡ് ടെർഷറി ഇൻഡസ്ട്രീസ്. ഓരോന്നിലും പ്രൈമറി ഇൻഡസ്ട്രീസിൽ വരുന്നതാണ് റോ മെറ്റീരിയൽസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ മലയാളത്തിൽ, അതാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് വരുന്നത്. സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ വരുന്നത് എന്താണ്, മാനുഫാക്ചറിങ്, ഉൽപ്പാദന വസ്തുക്കളാണ് സെക്കൻഡറി. ദെൻ ടെർഷറിയിൽ വരുന്നത് എന്താണ്, നമ്മുടെ സർവീസസ് ആണ് അല്ലേ, സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ടെർഷറി. ഇത് ചിലപ്പോൾ അക്കാദമിക് പരമായിട്ടുള്ളത് ഹെൽത്ത് അക്കാദമിക്, ദെൻ ബാങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടെർഷറിയിൽ വരിക. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ് ഇൻഡസ്ട്രി, ആൻഷ്യൻ ഇൻഡസ്ട്രീസിലും മോഡേൺ ഇൻഡസ്ട്രീസിലും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിൽ പഠിക്കാൻ ഒബ്ജക്റ്റീവ്സ് കുറേ കാര്യങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ദ ടോപ്പിക് ഓഫ് നമ്മൾ എന്താണ് പങ്ക്ച്വേഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിനെ പറ്റി പറയാനുണ്ട്. മോർ പീസ് ഓഫ് റൈറ്റിംഗ് യൂണിക് മോർ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സും ആൻഷ്യൻ ഇൻഡസ്ട്രീസും മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ നമ്മൾ അനലൈസേഷനും, ആൻഷ്യൻ ഇൻഡസ്ട്രീസ് നമ്മൾ യൂസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, അത് മോഡേൺ ഇൻഡസ്ട്രീസ് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ഇൻഡസ്ട്രി. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സ്കെയിലും പെൻസിലും കൊണ്ടുപോയിട്ട് ഓരോന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തുക, വരച്ചിട്ട് തന്നെ നിങ്ങളത് ചെയ്യണം.
ഓക്കെ. ഇൻഡസ്ട്രി എന്ന് വരച്ചിട്ട് ഓരോന്നും ഓരോ പാർട്ടാക്കി വിവരിക്കുക. പ്രൈമറിയിൽ എന്താണ് ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ എഴുതണം. 3 ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ട് വേണം നമ്മൾ ചിത്രീകരണത്തിലേക്ക് പോകാൻ. ഓക്കെ. നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ള മറ്റുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോമൽ ആൻഡ് ഇൻഫോമൽ എംപ്ലോയ്മെൻറ്റ് അല്ലേ. ഫോമൽ എംപ്ലോയ്മെൻറ്റ് എന്താണ്, ഇൻഫോമൽ എംപ്ലോയ്മെൻറ്റ് എന്താണ്, ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇൻട്രൊഡക്ഷൻ. യു ലേൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് അഗ്രേറിയൻ ക്ലാസ്സസ് ഇൻ ഇന്ത്യ ഇൻ ദെയർ ഫീച്ചേഴ്സ് ഇൻ അഗ്രേറിയൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അഗ്രേറിയൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് okay, the different type of industry. When they speak of industry of India, we also focus the historical evolution. നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് വന്നത് അല്ലേ. നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു വിപ്ലവ കാലഘട്ടത്തിൽ ഒരു മെയിൻ പോയിൻ്റായിട്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായിട്ട് ഇൻഡസ്ട്രി. കാരണം ഇൻഡസ്ട്രിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഒരു സൊസൈറ്റിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. കാരണം തൊഴിലാളികൾ, നമ്മുടെ ഇൻകം, നമ്മുടെ ജീവിത നിലവാരം, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, ഇൻകം വേണം. അതിന് ജോലി ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, ഫാക്ടറീസ് വേണം, കമ്പനികൾ വേണം, അതിലെന്ത് വേണം, വ്യവസായങ്ങൾ വേണം. വ്യവസായങ്ങൾ അവിടെയാണ് നമ്മളെ പോയിന്റ്. വ്യവസായം എങ്ങനെയൊക്കെയാണ് വ്യവസായത്തിന് ഇമ്പോർട്ടൻറ്റ്, അതെങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഇത്രയും ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്, ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ആൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ ആൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ ഇൻഡസ്ട്രീൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. നെക്സ്റ്റ് അതായത് നമ്മുടെ ബിഫോർ ബ്രിട്ടീഷുകാരുടെ മുൻപും ബ്രിട്ടീഷുകാർ നമ്മളെ കൊളോണിയൽ ചൂഷണത്തിന് ശേഷവും നമ്മുടെ ഇൻഡസ്ട്രിയലിന് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാം നമുക്ക് കാണാതെ തന്നെ പറയാൻ പറ്റും. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ തന്നെ ഇൻഡസ്ട്രി, നമ്മൾ തന്നെ അതിൻ്റെ ഓണർഷിപ്പ്. പക്ഷേ ആര് വന്നതിന് ശേഷം, യൂറോപ്യൻസ് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇൻഡസ്ട്രി എന്തായി മാറി, തകർച്ചയിലേക്ക് പോയി നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു വന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ. When we speak about the different types of industries in India, we also focus the historical evolution. Different types of industries in India, we also focus, and technological development help to evolve modern industries. അതിൽ മോഡേൺ ഇൻഡസ്ട്രീസ് ഗ്രോത്ത് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാരണം ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണെന്ന് അല്ലേ. ഓക്കെ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മറന്നു പോകരുത്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനം എന്നൊക്കെ പറയില്ലേ. അതായത് ഓരോ യന്ത്രങ്ങൾ എങ്ങനെ നമ്മൾ സാങ്കേതികം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ റിക്കാർഡിക്കലി നമ്മൾ സംസാരിക്കുന്നതിലല്ലല്ലോ ഇൻഡസ്ട്രീസ്. അത് എങ്ങനെയൊക്കെ ഓരോ മിഷനും കുറേ മെഷീനറീസ് ഉണ്ടാവും. അവരെ ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനറീസിനെ എന്ത് മനസ്സിലാക്കണം, ടെക്നോളജി അറിയണം. അല്ലാതെ എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാകത്തില്ല. എങ്ങനെയാണ് ആ യന്ത്രം സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ യന്ത്രത്തിൻ്റെ ആ ഒരു മെക്കാനിക്കൽ ഒരു ബ്രെയിൻ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലേ നമുക്ക് ആ ഇൻഡസ്ട്രി ഡെവലപ്മെൻ്റ് ആക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുന്നുള്ളൂ അല്ലേ. ലേബേഴ്സും വേണം, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ. ഹൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് technological development help improve modern industries. The post-colonial time, the British brought their technologies in India. The British brought their technologies in India. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവരുടെ ടെക്നോളജിക്കലി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ടെക്നോളജീസ് എല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ ഇൻഡസ്ട്രീസിനെ ഗ്രോത്ത് ആക്കി. പക്ഷേ അതിൻ്റെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ആവാൻ വേണ്ടിയല്ല അവർ, നമുക്ക് വേണ്ടി ഇന്ത്യൻസ് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടല്ല. കാരണം അവരാണ് പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്നത് ആരാ, ബ്രിട്ടീഷാണ്. പ്രോഫിറ്റ് എടുത്ത് അത് എങ്ങോട്ട് വിടുന്നുണ്ട്, ബ്രിട്ടനിലേക്ക് വിടുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി തകർന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും എടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ ബ്രിട്ടൻ ഡെവലപ്മെൻറ്റ് ആക്കുകയാണ് അവർ ചെയ്തത്. ഓക്കെ, നമ്മുടെ റോ മെറ്റീരിയൽസ് നമ്മളുതാണ്, എന്താ പറയുക, പ്ലേസസ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ബ്രെയിനും ടെക്നോളജിക്കൽ സർവീസസിൻ്റെ ഒക്കെ ബുദ്ധി ഉപയോഗിക്കുന്നത് ആരാണ്, ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആര് ചെയ്യും, പിന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. പ്രധാനപ്പെട്ട എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലോ. അവർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം കൊണ്ടും നമ്മുടെ പ്രോഫിറ്റൊക്കെ എന്തായി പോവും, അവർ ബ്രിട്ടനിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ,
when the British brought their technologies in India such as the railway, post and telegraph. Okay, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് റെയിൽവേയും പോസ്റ്റും ടെലഗ്രാഫുമാണ്. ടെലഗ്രാഫ് സന്ദേശങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം ഒന്നാമത്തത് ഫസ്റ്റ് പറയുന്നത് റെയിൽവേസ് ആണ്. ഓക്കെ, റെയിൽവേസിൻ്റെ ഗ്രോത്തും നെക്സ്റ്റ് പോസ്റ്റൽ സമ്പ്രദായത്തിൻ്റെ ഗ്രോത്തും നെക്സ്റ്റ് പറയുന്നത് അവർ ടെലഗ്രാഫാണ്. ടെലഗ്രാഫ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും അത്രക്കും കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷ്. അപ്പം നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ മറക്കാതെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഈ 3 ഇമ്പോർട്ടൻസ് തിങ്സും കൊണ്ടുവന്നതിന് ശേഷമാണ് എന്തായി മാറിയത്? നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് ദ്രുതഗതിയിൽ മാറാൻ തുടങ്ങിയത്. കാരണം റെയിൽവേസ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ റെയിൽവേസ് അത് ഫാസ്റ്റ് ആവും. നെക്സ്റ്റ് പോസ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റൽ സർവീസസ് വേണം. ദെൻ ടെലഗ്രാഫ് സന്ദേശങ്ങൾ, മെസ്സേജുകൾ അവിടെ എത്തിയോ, ഗുഡ്സ് വന്നാൽ അതിന് ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ്, അതെന്താണ്, സകല കാര്യങ്ങളും ടെലഗ്രാഫ് വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നത് ആരാണ്? ആ റെയിൽവേസും പോസ്റ്റൽ സർവീസും ടെലഗ്രാമും കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രീസ് ഇവിടെ ഫാസ്റ്റ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഹൗ ഇനിഷ്യലി മോസ്റ്റ് ഓഫ് ദ ഫാക്ടറി വർക്കേഴ്സ്, മിൽ വർക്കേഴ്സ് കെയിം ഫ്രം നൈബർഹുഡ് ഡിസ്ട്രിക്ട് ആൻഡ് റീജിയൻ ലേറ്റർ ടു സ്പെൻഡ് ടു ഇൻഫോർമേഷൻ. ഓക്കെ, ദെൻ ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് എ കളക്റ്റീവ് ലാർജ് സ്കെയിൽ. അപ്പം മിസ് ജസ്റ്റ് ഡെഫിനേഷൻ ഒന്നും കൂടി വായിക്കുകയാണ്. Industry may be defined as the collective large-scale manufacturing of goods in well-organized plants with a high degree of automation and specialization. ഒരു കൂട്ടം വസ്തുക്കളുടെ എന്താ പറയുക, ഒരു കൂട്ടം പിന്നെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദന ഉപാധികൾ വെച്ചിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രി, കളക്റ്റീവ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, വെൽ ഓർഗനൈസ്ഡ് പ്ലാന്റ്സ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ഓട്ടോമേഷൻ ആൻഡ് എക്സ്ട്രാ. ദിസ് ഈസ് എ കോമൺ കൺസെപ്ഷൻ ഓഫ് ഇൻഡസ്ട്രി ബട്ട് ഓൾസോ ദ ഇൻക്ലൂഡ് അതർ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലേ, നമ്മുടെ ആക്ടിവിറ്റീസ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് പോകുന്നത് എങ്ങനെയാണ്? കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആണ്. മീൻസ് വ്യാപാര, ട്രേഡ്. നമുക്കറിയാം കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ്, നമ്മുടെ വ്യാപാര ഗുഡ്സ് ആൻഡ് സർവീസസിന് എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെ എന്താണ്? കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഇതടങ്ങുന്നതാണ് എന്ത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ. എന്താണ്? ടു എക്സ്ചേഞ്ച് ആൻഡ് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആസ് ഇൻഡസ്ട്രി എക്സിസ്റ്റ് ഓൺലി വെൻ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. ദെൻ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഇൻഡസ്ട്രിയുടെ ടൈപ്സ്, ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് എന്താ നമ്മൾ പറഞ്ഞത്? പ്രൈമറി ഇൻഡസ്ട്രീസ്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആൻഡ് ടെർഷറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസ് വി ആർ റെഫറിങ് ടു ദോസ് റോ മെറ്റീരിയൽസ് ആൻഡ് വിച്ച് ആർ നാച്ചുറൽ പ്രൊഡക്ട്സ്. പ്രൈമറിയിൽ അധികവും നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിരിക്കും, റോ മെറ്റീരിയൽസ് ആയിരിക്കും. സെക്കൻഡറിയിൽ എന്താ വരുന്നത്? ഗാർമെൻറ്റ്സ്, മാനുവൽ ലേബർ ആൻഡ് മെഷീൻസ്, സോപ്സ്, പ്രൊഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ടെർഷറി ഇൻഡസ്ട്രീസിൽ വരുന്നത് ദീസ് ഇൻഡസ്ട്രീസ് നൈദർ പ്രൊഡ്യൂസ് റോ മെറ്റീരിയൽ not made by product. Instead, they provide service to people in industries. Tertiary industries can include services such as a doctor and dentist and bank. ടെർഷറിയിൽ സർവീസാണ്, ഡോക്ടേഴ്സും സർവീസസും, ഡോക്ടേഴ്സും ദെൻ അക്കാദമിക് കാര്യങ്ങൾ, ബാങ്കിങ് ഒക്കെ വരുന്നത്. നേരത്തെ മിസ് പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയുടെ എവല്യൂഷൻ? അതായത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആൻഷ്യൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യണം അല്ലേ. അതിൽ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസ് എല്ലാം ആരാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷുകാരാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ റോ മെറ്റീരിയൽസ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകുകയെന്നല്ലാതെ അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് റെയിൽവേസ് ആൻഡ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫാണ്. ഇതുവഴിയാണ് അവരുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സും ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫോർമേഷനും ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആയതും അവരുടെ ആ രാജ്യത്തിൽ അവരാണ് ഗ്രോത്ത് ആയത്, നമ്മളല്ല. പക്ഷേ ഉപയോഗിച്ചതോ നമ്മുടെ റോ മെറ്റീരിയൽസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഇൻഡസ്ട്രീസും സെക്കൻഡറി ഇൻഡസ്ട്രി, ടെർഷറി ഇൻഡസ്ട്രീസ് എല്ലാം ആരുടെ കുത്തകാവകാശമായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കുത്തക. അവരാണ് നമ്മളെന്ത് ചെയ്ത് കൺട്രോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്.